ഹായ് എവരിവൺ. അപ്പോൾ ഞാനിന്നൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഞാനൊരു ഓൺലൈനിലെ കാസിയോയുടെ സ്റ്റോറിൽ നിന്നൊരു കാസിയോയുടെ വാച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1 വീക്കായി, പക്ഷേ എനിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇതുവരെ അത് എടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഉച്ചയായപ്പോൾ എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഞാൻ റിട്ടേൺ ബാക്ക് ടു മൈ ഹോം. ലഞ്ച് കഴിച്ചിട്ട് എന്നാൽ പോയി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ഞാനിന്നിപ്പോൾ ക്ലാസ്സിൽ പോയിട്ടുള്ള അതേ ഡ്രസ്സ് സാരിയിൽ തന്നെയാണ് ലുലുവിലേക്ക് പോകുന്നത്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ലുലു ആൻഡ് നമുക്കവിടെ കുറച്ച് പർച്ചേസുകളൊക്കെ കാണാം. ഇന്ന് ഞാൻ എടുക്കുന്ന ബാഗ് ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇന്നലെ സൺഡേ, ഇന്ന് മൺഡേ. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചു തന്ന ഒരു ബാഗാണ്. ഇന്നലെ ഫോറം മോളിൽ പോയപ്പോൾ അവിടെ ഒത്തിരി ബ്രാൻഡ്സിന് ഷോപ്പർ സ്റ്റോപ്പിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, അർച്ചനയ്ക്ക് ബാഗ് വേണമെങ്കിൽ എടുത്തോളാം. പക്ഷെ എടുത്തെടുത്ത് വന്നപ്പോൾ ഓഫറുള്ള ബാഗല്ല. നല്ല രസമായിട്ട് നല്ല ലുക്ക് ഉണ്ട്. എൻ്റെ ഒരു മോഡൽ എനിക്കില്ല. എൻ്റെ THന്റെ ബാഗാണെങ്കിലും അത് സ്ലിം ബാഗാണ്, വേറൊരു ടൈപ്പ് ഓഫ് സ്ലിം ബാഗാണ്. ഇതാണെന്നിപ്പോൾ ഞാൻ ക്യാരി ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നത് മെട്രോയിൽ കയറിയിട്ടാണ് എറണാകുളത്തിന് പോകാറ്. ഈവൻ ലുലുവിലേക്കാണെങ്കിലും ക്ലോത്ത്സ് മേടിക്കാൻ MG റോഡിൽ ജയലക്ഷ്മി, പോത്തീസ് അങ്ങോട്ടാണെങ്കിലും എപ്പോഴും മെട്രോ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രിഫർ ചെയ്യുന്ന മീഡിയം. ആൻഡ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ ബാംഗിൾസ് ട്രാക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ തന്നെ ഒന്ന് എൻജോയ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇത് മെട്രോയിലിരുന്നിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളംകാരുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മീഡിയമാണ് മെട്രോ. പലർക്കും അറിയായിരിക്കും മെട്രോ അത്രയും ഫാസ്റ്റായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെട്രോയിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും മെട്രോ തന്നെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ലുലുവിലെത്തി. മെട്രോയിൽ നിന്ന് വന്ന് ലുലുവിലേക്കുള്ള കണക്ഷൻ ബ്രിഡ്ജാണത്. ഇതുവഴി കയറി നേരെ ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മുടെ കാസിയോ സ്റ്റോറിലേക്കാണ്. ഐ ആം ദ റെഗുലർ കസ്റ്റമർ ഓഫ് കാസിയോ സ്റ്റോർ ആൻഡ് ഫോസിൽ ഗ്രൂപ്പ് ഇൻ ലുലു മോൾ. സോ ദാറ്റ് ദീസ് 2 shops and photos of new watches comes in the store through WhatsApp. If I like any watch and which is affordable for me, I'll pick it. Surely I'll pick it. ഇത് പ്രീ ലോഞ്ച് ചെയ്തിട്ടുള്ള വാച്ചാണ്. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് പ്രീ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ആണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അന്ന് പർച്ചേസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിത് എടുത്തില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് ഇറ്റ് വെരി വെരി മച്ച്. പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്തില്ല. അത് 5,000 ബിലോ, 4,995 ആ ഒരു റേഞ്ച് എന്തോ ആണ്. 5,000 ബിലോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ദിസ് വാച്ച്. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ വാച്ച് മേടിക്കായിരുന്നു എന്ന്. അത്രയും നല്ല വാച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബാക്കി ചെയിൻ സ്ട്രാപ്പുകളാണ് ഇതെല്ലാം അന്ന് പ്രീ ലോഞ്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് മാത്രമല്ലായിരുന്നു, G-Shockന്റെ 3 മോഡൽസ് കൂടി ന്യൂ ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അതാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്ട്രാപ്പ് വരുന്നതും ഉണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക്, പീച്ച്, എഗെയിൻ ഒരു വൈറ്റും കൂടിയാണ് ഈ G-Shockൽ ലോഞ്ച് ആയിട്ടുള്ള ന്യൂ ഡിസൈൻസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ ഗോൾഡൻ വാച്ച് എൻഡൈസർ സീരീസ് വെരി ഡിമാൻഡഡ് വാച്ചാണ്. കാസിയോന്ന് വാച്ച് കളക്ട് ചെയ്തിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റുള്ള ഫാഷൻ സ്റ്റോറിലേക്കാണ് പോയത്. ഐഡൻറ്റിറ്റി എന്നൊരു ബ്രാൻഡിൻ്റെ ടോപ്സ് നല്ല രസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഐഡൻറ്റിറ്റിയുടെ ഒരു ടോപ്പ് എടുക്കണമായിരുന്നു. അതും പർച്ചേസ് ചെയ്തിട്ട് പ്ലമ്മിലേക്ക് പോയി. ഞാൻ കുറച്ച് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ തന്നെ ഒരു പ്ലമ്മിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി. എൻ്റെ ബോഡി ഓയിൽ, ലിപ് ബാം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ബോഡി ലോഷൻസൊക്കെ പ്ലം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2-3 years ആയിട്ട് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 2019 പ്ലമ്മിൻ്റെ ഒരു കാജൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടില്ല. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഞാൻ ഒത്തിരി പ്ലമ്മിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എഗെയിൻ ഞാൻ മെട്രോയിലേക്ക് തിരിച്ച് നടന്നു പോയി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. 7 minutes ഗ്യാപ്പിലാണ് കൊച്ചി മെട്രോ റൺ ആവുന്നത്. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന സമയത്ത് ഒരു ട്രെയിൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എഗെയിൻ ഞാൻ അവിടെ ഒരു 7 minutes വെയിറ്റ് ചെയ്തിരുന്ന് അടുത്ത മെട്രോ വന്നപ്പോഴത്തേനും അതിൽ കയറി തൃപ്പൂണിത്തുറ ടെർമിനലിൽ ഇറങ്ങി. തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനലിൽ നമ്മുടെ കേരളത്തിൻ്റെ
ആർട്ട് ഫോംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഹാളുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ നേരത്തെ എപ്പോഴൊക്കെയോ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലെത്തി. Until the next video, bye bye.